നമസ്കാരം. വെള്ളം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കുടിക്കപ്പെടുന്ന പാനീയമാണ് ചായ. പക്ഷേ എല്ലാവരും ഒരേ രൂപത്തിലല്ല എന്ന് മാത്രം. അതിന് ദേശാന്തര വ്യത്യാസങ്ങളുണ്ട്. ലോകത്തിലെ തേയില ഉൽപ്പാദനത്തിൻ്റെ 40% ചൈനയിൽ നിന്നാണ്. 20% ഇന്ത്യയിൽ നിന്നും. ശേഷിച്ചവരിൽ പ്രധാനികൾ കെനിയയും ശ്രീലങ്കയുമാണ്. ഏറ്റവും കൂടുതൽ ചായ കുടിക്കുന്ന രാജ്യം ഇന്ത്യ തന്നെയാണ്. ശരാശരി ഇന്ത്യക്കാരൻ ഒരു കൊല്ലം ഏതാണ്ട് 750 ഗ്രാം തേയില ഉപയോഗിക്കുന്നു. എന്നാൽ ഏറ്റവും കൂടിയ പ്രതിശീർഷ ഉപഭോഗം ടർക്കിയിലാണ്. ഒരാൾ ഒരു വർഷം ഏതാണ്ട് 2.5 കിലോ തേയിലയുടെ ചായ അകത്താക്കുന്നു. കവാത്ത് നടത്തി കുറ്റിച്ചെടിയാക്കി നിർത്തിയില്ലെങ്കിൽ ഏതാണ്ട് 3 മുതൽ 4 മീറ്റർ ഉയരത്തിൽ വരെ വളരാൻ കഴിവുള്ള ചെടിയാണ് കമലിയ ചൈനൻസിസ് എന്ന തേയിലച്ചെടി. തേയില വ്യവസായത്തിൻ്റെ ഭാഗധേയം നിശ്ചയിക്കുന്ന ഒരു നിർണായക കണ്ണിയാണ് ടീ ടേസ്റ്റേഴ്സ് അഥവാ തേയില രുചിയന്മാർ. വളരെ ഉത്തരവാദിത്വം നിറഞ്ഞ ജോലിയാണ് അവരുടേത്. പല കാലാവസ്ഥകളിലെ പലതരം തോട്ടങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന തേയില പൊടികളുടെ ഗുണമേന്മ നിർണ്ണയിക്കുന്നത് അവരാണ്. അവരുടെ രുചിക്കുറിപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ലേലത്തിൽ കമ്പനികൾ തേയിലയുടെ വില നിശ്ചയിക്കുന്നത്. ഒരു നിശ്ചിത ബ്രാൻഡ് തേയില നമ്മൾ വാങ്ങുമ്പോൾ എപ്പോഴും ഒരേ രുചി തന്നെ കിട്ടുന്നതിൻ്റെ പിന്നിലും അവരാണ്. വിവിധ തോട്ടങ്ങളിലെ പലയിനം തേയിലപ്പൊടികൾ ഏതനുപാതത്തിൽ ബ്ലെൻഡ് ചെയ്യണം എന്നത് അവരാണ് തീരുമാനിക്കുന്നത്. ഈ ജോലി ചെയ്യുന്നവരുടെ നാവിന് ഏറ്റവും ലോലമായ രുചി വ്യത്യാസങ്ങൾ പോലും പിടിച്ചെടുക്കാൻ കഴിയണം. കുറച്ചൊക്കെ ജനിതകവും കുറേയൊക്കെ പരിശീലനത്തിൻ്റെയും ഫലം കൂടിയാണ്. ചില സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ പാസ്സാകണം. പിന്നെ ഏതാണ്ട് 5 കൊല്ലത്തോളം ഏതെങ്കിലും തേയില കമ്പനികളിൽ പ്രവർത്തിച്ച് കഴിവുകൾ തെളിയിക്കണം. മിടുക്കനാണെങ്കിൽ പിന്നെ വെച്ചടി കയറ്റമായിരിക്കും. സാമാന്യം നല്ല ശമ്പളവും പ്രതീക്ഷിക്കാം. എണ്ണപ്പെട്ട സ്ഥാപനങ്ങൾ ടീ ടേസ്റ്റിംഗ് കോഴ്സുകൾ നടത്തുന്നുണ്ട്. ടീ ടേസ്റ്റിങ്ങിനൊപ്പം ഫാക്ടറി മാനേജ്മെൻറ്റ്, ഫ്യൂച്ചർ ട്രേഡിങ്, നെഗോഷിയേറ്റിംഗ് കോൺട്രാക്ട്സ്, കോസ്റ്റ് മാനേജ്മെൻറ്റ്, സ്റ്റോക്ക് മാനേജ്മെൻറ്റ് എന്നിവയിലൊക്കെ വൈദഗ്ധ്യം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. തങ്ങളുടെ രുചി മുകുളങ്ങളുടെ ലോലതയെ ബാധിക്കാൻ ഇടയുള്ള ഭക്ഷണങ്ങൾ, വളരെ ചൂടുള്ളത്, വളരെ തണുത്തത്, മസാല കൂടിയ അളവിൽ ചേർത്തത്, എരിവ് കൂടിയത്, ആൽക്കഹോൾ എന്നിവ നിത്യജീവിതത്തിൽ നിയന്ത്രിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യേണ്ടി വരും. പതിവായി നാക്ക് പിഴയ്ക്കാൻ തുടങ്ങിയാൽ പിന്നെ പേടിക്കേണ്ട, കമ്പനി നിങ്ങളെ ഒഴിവാക്കിക്കൊള്ളും. പല രൂപത്തിലും ഭാവത്തിലും വീര്യത്തിലുമുള്ള തേയിലകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ഗ്രീൻ ടീ, ബ്ലാക്ക് ടീ, ലീഫ് ടീ, യെല്ലോ ടീ, ഉലോങ് ടീ, ബ്രോക്കൺ ലീഫ് ടീ എന്നിങ്ങനെ. ഓരോന്നിൻ്റെയും രുചിയുടെ മാനദണ്ഡങ്ങൾ വ്യത്യസ്തമാണ്. തേയില ഉൽപ്പാദനത്തിന് വ്യത്യസ്തമായ രീതികൾ ഉണ്ട്. ഓർത്തഡോക്സ്, CTC എന്നിങ്ങനെ. തേയിലയുടെ നിറം, മണം, വീര്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ അവയെ ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഒരു കളിമൺ കപ്പിൽ നിശ്ചിത അളവ് തേയിലയിട്ട് അതിൽ നിശ്ചിത ഊഷ്മാവിലുള്ള നിശ്ചിത അളവ് വെള്ളമൊഴിച്ച് നിശ്ചിത മിനിറ്റുകൾ കഴിയുമ്പോൾ ഒരു ഡെസേർട്ട് സ്പൂണിൽ തേയില വെള്ളം കോരി വളരെ ശക്തിയോടെ മേലണ്ണാക്കിലേക്കും നാവിലേക്കും ശബ്ദത്തോടെ സ്പ്രേ ചെയ്യിക്കും. അപ്പോൾ നാവ് പിടിച്ചെടുക്കുന്ന രുചിയുടെ സൂക്ഷ്മതലങ്ങൾ അവർ രേഖപ്പെടുത്തിയാണ് ഗ്രേഡും വിലയും നിശ്ചയിക്കുന്നത്. മുന്തിയ ഇനങ്ങളുടെ രുചി 8 തവണയെങ്കിലും മാറി മാറി പരീക്ഷിക്കും. ചിലപ്പോൾ ബ്ലൈൻഡ് ടെസ്റ്റും നടത്തും, പക്ഷപാതിത്വം വരാതിരിക്കാൻ. വളരെ വെല്ലുവിളി നിറഞ്ഞ എന്നാൽ ആവേശം നിറഞ്ഞ ഒരു ജോലി തന്നെയാണ്. എത്രയൊക്കെ യന്ത്രന്മാർ വന്നാലും ചില ജോലികൾ മനുഷ്യർ തന്നെ ചെയ്യണം. അതിൽ ഒന്നാണ് ഇത്.